ഓക്കെ ഹായ് വെൽക്കം. അപ്പോൾ നിങ്ങൾ യൂട്യൂബ് തമ്മിൽ കണ്ടിട്ട് വന്നിട്ടുള്ളവരാണെങ്കിൽ ഇത് നോക്കൂ. ഇതാണ് എൻ്റെ ആദ്യത്തെ റെക്കമെൻഡേഷൻ. നമ്മുടെ സ്കിൻ കെയറിൻ്റെ ഏറ്റവും ബേസിക് സ്റ്റെപ്പ് എന്ന് പറയുന്നത് ക്ലെൻസിങ് ആണ്. അപ്പോൾ ഞാൻ റെക്കമെൻഡ് ചെയ്യുന്നത് സിമ്പിളിൻ്റെ റിഫ്രഷിങ് ഫേഷ്യൽ വാഷാണ്. ഇതൊക്കെ നോക്കൂ, ഞാൻ യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്ന പ്രോഡക്റ്റ്സാണ്. ഞാൻ ഹൈ എൻഡ് പ്രോഡക്റ്റ്സൊന്നും വാങ്ങിക്കാൻ ഇഷ്ടപ്പെടുന്നില്ല. ബിക്കോസ് അതേ പെർഫോമൻസ് തരുന്ന ഓൾട്ടർനേറ്റീവ്സ് നമുക്ക് മാർക്കറ്റിലുണ്ടെങ്കിൽ നമ്മൾ എന്തിന് അത്രയും നമ്മൾ ഹാർഡ് ഏൺഡ് മണി സ്പെൻഡ് ചെയ്യണം എന്ന് വിശ്വസിക്കുന്ന ആളാണ്. ആൻഡ് ഇത് അണ്ടർ ബഡ്ജറ്റ് ആണെങ്കിലും നമുക്ക് പെർഫോമൻസ് ഉണ്ടായിരിക്കണം, അത് നന്നായിട്ട് നമുക്ക് വർക്ക് ചെയ്യണം. ആൻഡ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ, നമുക്ക് ഇതിൻ്റെ ഒരു സൈഡ് എഫക്ട്സ് കുറവായിരിക്കണം. നമുക്കറിയാം എല്ലാം കെമിക്കലാണ്. എന്തായാലും നമുക്ക് 100% ഓർഗാനിക് എന്ന് പറയുന്നൊരു സാധനമൊന്നുമില്ല. പക്ഷെ നമുക്ക് അത് വലിയ ദോഷമൊന്നും ഇല്ലാത്ത പ്രോഡക്റ്റ്സ് ആയിരിക്കണം. അങ്ങനെയുള്ളൊരു പാവം ഫേസ് വാഷാണ് സിമ്പിളിൻ്റെ ഈ ഫേസ് വാഷ്. ഇതിൽ മെൻഷൻ ചെയ്തിട്ടുണ്ട് കൈൻഡ് ടു സ്കിൻ, 100% സോപ്പ് ഫ്രീ ആണ്, എല്ലാ സ്കിൻ ടൈപ്പിനും പറ്റും. ഇത് ഞാൻ കുറച്ച് വർഷങ്ങളായിട്ട് ഉപയോഗിക്കുന്നത്. സിമ്പിൾ ഇറങ്ങിയിട്ട് എനിക്ക് തോന്നുന്നു 3 years ആണോ. എന്തായാലും ഇറങ്ങിയ സമയം മുതൽ അന്നൊക്കെ നമുക്ക് വളരെ അഫോർഡബിൾ അല്ല, വളരെ ചീപ്പായിട്ട് കിട്ടുമായിരുന്നു. അത് പറഞ്ഞപ്പോഴാണ് ഇതിൻ്റെ MRP വന്നിട്ട് 420 rupees ഇപ്പോൾ 150 ml. പക്ഷേ എപ്പോഴും ഇതൊരു 250 to 300 rupees ഉള്ളിൽ നമുക്ക് എപ്പോഴും ഓൺലൈൻ ത്രൂ പർച്ചേസ് ചെയ്യുമ്പോൾ കിട്ടാറുണ്ട് കേട്ടോ ഈ ഫേസ് വാഷ്. അപ്പോൾ ഇതാണ് എൻ്റെ റെക്കമെൻഡേഷൻ. ഇത് സെറ്റഫിലൊന്നും പോലെ, സെറ്റഫിലൊക്കെ എനിക്ക് ഇഷ്ടമാണ്. പക്ഷേ അതെനിക്ക് ഇഷ്ടമല്ലാത്തൊരു കാര്യം, നമ്മളിപ്പോൾ ഐലൈനറൊക്കെ യൂസ് ചെയ്യും, കാജലൊക്കെ യൂസ് ചെയ്യുകയാണെങ്കിൽ അതൊക്കെ കംപ്ലീറ്റ് ആയിട്ട് പോകാറില്ല സെറ്റഫിലൊക്കെ യൂസ് ചെയ്യുമ്പോൾ. എന്നൊരു ഓയിൽ നിൽക്കുന്ന പോലെ തോന്നും. പക്ഷെ അതൊക്കെ യൂസ് ചെയ്യുന്ന ആളുകൾക്കാണെങ്കിൽ കുറച്ചുകൂടി നല്ലൊരു എല്ലാം കംപ്ലീറ്റ് ഡേർട്ടും പോയി ഒരു ഫ്രഷ് ഫീൽ, ഒരു സാറ്റിസ്ഫാക്ഷൻ കിട്ടുന്ന ഒരു ഫേസ് വാഷാണ് സിമ്പിളിൻ്റെ ഫേസ് വാഷ്. ഓക്കെ, അപ്പോൾ ഇതല്ലേ ബേസിക് സ്റ്റെപ്പ്. പിന്നെ നമ്മൾ ഈ സെറം ഇത് അങ്ങനത്തെ ഒന്നും ഞാൻ യൂസ് ചെയ്യുന്നത്. ഇത് കഴിഞ്ഞ ഉടനെ ഞാൻ യൂസ് ചെയ്യുന്നതാണ് ഒരു മോയ്സ്ചറൈസർ. ഞാൻ യൂസ് ചെയ്യുന്നത് ആക്വലോജിക്കയാണ് ഇത് ബ്രാൻഡ്. ആക്വലോജിക്കയുടെ ഇല്ലൂമിനേറ്റ് പ്ലസ് ഹൈഡ്രാജൽ മോയ്സ്ചറൈസർ. ഇത് പല വേരിയൻസിലും ഉണ്ട് കേട്ടോ. ഇതിൻ്റെ പപ്പായ ഉണ്ട്, അവക്കാഡോ ഉണ്ട്. അത് രണ്ടും ഞാൻ ഉപയോഗിച്ചിട്ടുള്ളൂ. ഇത് ഇപ്പോൾ വൈൽഡ് ബെറീസ് ആൽഫ അർബിഡിൻ. ഇതൊരു 3 years എങ്കിലായിട്ട് ഇത് തന്നെയാണ് ഞാനിപ്പോൾ സ്ഥിരമായിട്ട് ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത്. ഇത് 200 grams-ന് 500 rupees ആണ്, 499 ആണ് വില തരുന്നത്. ഇത് ഭയങ്കര ഇതെനിക്ക് തുറന്ന് കാണിക്കണം എന്നുണ്ട്, പക്ഷെ ഒരു കയ്യിൽ ഫോണായതുകൊണ്ട് എനിക്ക് ചെയ്യാൻ പറ്റുന്നില്ല. ആൻഡ് ഓൾസോ ഞാനിപ്പോൾ എൻ്റെ ഹോസ്റ്റലിലാണുള്ളത്. ഓക്കെ, അപ്പോൾ ഇത് 500 rupees ആണെങ്കിലും എന്താ പറയുക, നമുക്ക് എപ്പോഴും ഞാൻ പറഞ്ഞ പോലെ തന്നെ, എപ്പോഴുമല്ല, അധികം ഓഫറിൽ ഇതിൻ്റെ കോംബോ ഒക്കെ ഉണ്ടാവാറുണ്ട്. അപ്പോൾ നമുക്ക് വേഗം പർച്ചേസ് ചെയ്യാം. നല്ലൊരു സാധനമാണ്, വളരെ ലൈറ്റ് വെയ്റ്റ് ആണ് ഇത്. പിന്നെ ഞാൻ മഴയാണെങ്കിലും അല്ലെങ്കിൽ വെയിലാണെങ്കിലും യൂസ് ചെയ്യുന്ന ഒരു സാധനമാണ് സൺസ്ക്രീൻ. ഈ പറഞ്ഞിട്ടുള്ള സെയിം ആക്വലോജിക്കയുടെ സൺസ്ക്രീനാണ്, ഇല്ലൂമിനേറ്റ് പ്ലസ് ഡ്യൂറി സൺസ്ക്രീൻ. SPF 50+ ആണ്. ഇതും എനിക്ക് നന്നായിട്ട് വർക്ക് ചെയ്തതായിട്ട് തോന്നിയിട്ടുണ്ട്. ഇത് 125 gram ആണ്, 1000 rupees ആണ്. പക്ഷേ നമുക്ക് ഓഫറിലൊരു 700-800. പക്ഷേ ഇത് ലാസ്റ്റ് ചെയ്യണം കേട്ടോ. സൺസ്ക്രീനൊക്കെ നമുക്ക് അത്രയല്ലേ വേണ്ടുള്ളൂ. ഇതും നല്ല പ്രോഡക്റ്റാണ്. ഞാൻ ഒരുപാട് പ്രോഡക്റ്റ്സ് നമുക്ക് സ്ഥിരമായി ഉപയോഗിക്കാൻ പറ്റുന്ന, നമ്മളൊരു ഗോ ടു എന്ന് പറയുന്ന പ്രോഡക്റ്റിൽ അങ്ങനെയാണ് ഇത്. പിന്നെ OG ലിപ് ബാം, വാസ്ലിനാണ് യൂസ് ചെയ്യുന്നത് ലിപ്സിന്. ലിപ് ബാം ഞാൻ ഒരുപാട് ലിപ് ബാംസ് യൂസ് ചെയ്തിട്ടുണ്ട്. കുറേ കാലം ഞാൻ അറിയുമെന്നറിയില്ല, ലാക്മേയുടെ ലിപ് ലവ് എന്ന് പറയുന്ന ലിപ് ബാമാണ് യൂസ് ചെയ്തുകൊണ്ടിരുന്നത്. പക്ഷേ ഇപ്പം യൂസ് ചെയ്യുന്നത് വാസ്ലിനാണ്. അപ്പം വീട്ടിൽ തന്നെ ഇരിക്കുന്ന, പുറത്തൊന്നും പോകാനില്ലാണ്ട് വീട്ടിൽ ബേസിക് സ്കിൻ കെയർ ചെയ്തിരിക്കുകയാണെങ്കിൽ ഇത് അപ്ലൈ ചെയ്യും. അല്ലെങ്കിൽ രാത്രി നൈറ്റ് സ്കിൻ കെയർ. ഇതും അത്ര എക്സ്പെൻസീവും അല്ല. ഇത് 40 gram-ന് 95 rupees വരുന്നത്. കണ്ട, ആൻഡ് ഇത് ഒത്തിരി ലാസ്റ്റ് ചെയ്ത് എനിക്ക് തുറന്ന് കാണിച്ചു തരാൻ പറ്റും. കണ്ട, അതൊത്തിരി നമുക്ക് ലാസ്റ്റിങ്ങും ഉണ്ടാവും. എപ്പോഴും
പിന്നെ എക്സ്പയർ ആവുന്ന പ്രോഡക്റ്റ് ആണ്. ഒരു 3 years ഒക്കെയാണ് ഷെൽഫ് ലൈഫ്. എന്നാലും നമുക്ക് ഏത് ലിപ് ബാമിനെക്കാട്ടിലും എനിക്ക് ഐ പ്രിഫർ ദിസ്. ഭയങ്കര നമുക്ക് ലിപ്പിന് ഒത്തിരി ഈ പിഗ്മെൻറ്റേഷൻ ഒക്കെ ഉള്ളവർക്ക് ഒന്നും വലിയ കാര്യമായിട്ടൊന്നുമില്ല. പക്ഷേ ലിപ്പിന് നമുക്ക് മോയ്സ്ചർ ലോക്ക് ഇൻ ചെയ്ത് വെക്കുന്നൊരു പോലെ തോന്നും കേട്ടോ. അപ്പോൾ ഇതാണത്. പിന്നെ ഞാൻ അത്യാവശ്യം ഹെയറുള്ള ഒരാളാണ് കേട്ടോ. ഞാൻ എൻ്റെ ഗോറ്റു, നമ്മുടെ മലയാളികളുടെ ഗോറ്റു ആയിട്ടുള്ള പാരച്യൂട്ട് കോക്കനട്ട് ഓയിൽ. ഇവർ ഈ 100% പ്യുവർ കോക്കനട്ട് ഓയിൽ എന്നൊക്കെ പറയുന്നുണ്ട്. അതെനിക്ക് ആണോന്നൊന്നും അറിയത്തില്ല. പക്ഷേ ഇതിന് 155 റുപ്പീസാണ്. ഐ തിങ്ക് ഇത് 300 ml ആണെന്ന് തോന്നുന്നു. സോറി, 200 ml 155 റുപ്പീസാണ്. ഞാൻ ഓൾട്ടർനേറ്റ് ഡേയ്സിൽ ഷാമ്പു ചെയ്യാറുണ്ട്, അല്ലെങ്കിൽ 2 to 3 days ഗ്യാപ്പിൽ ഷാമ്പു ചെയ്യുമ്പോൾ ഓയിൽ ചെയ്യാതെ ഷാമ്പു ചെയ്യാറില്ല. അല്ലാത്ത ദിവസങ്ങളിൽ നോർമൽ ഷാമ്പു ചെയ്യാതെ ഹെയർ വാഷ് ആണെങ്കിൽ ഓയിൽ ഇടാറില്ല. ആൻഡ് ഫേസിൽ എപ്പോഴും പുറത്ത് പോയി വന്നാൽ എപ്പോഴും മേക്കപ്പ് റിമൂവർ അതൊന്നും ഉപയോഗിക്കാറില്ല. ഐ യൂസ് ദിസ് വൺ. ദിസ് ഇസ് മൈ ഗോ ടു സിൻസ് ഐ ഹവ് ബോൺ. ഐ തിങ്ക് ജനിച്ചപ്പോൾ മുതൽ ഉപയോഗിക്കാൻ തുടങ്ങിയിട്ടുള്ള ആളാണ്. സോ ഐ ഹാവ് ദിസ് ലോയൽറ്റി ഫോർ ദിസ് പ്രോഡക്റ്റ്. പിന്നെ എനിക്ക് അത്യാവശ്യം ഹെയർ ഉണ്ട്. അപ്പോൾ ഞാൻ യൂസ് ചെയ്യുന്നത് കുറേ വർഷമായിട്ട് ലോറിയലിൻ്റെ ഷാമ്പു. ലോറിയലിൻ്റെ ഇതൊക്കെ പുതിയ വേരിയൻസാണ്. ലോറിയൽ എൻ്റെ ഗോ ടു ബ്രാൻഡ് തന്നെയാണ്. അപ്പോൾ അതിൻ്റെ വേരിയൻസ് ഇറങ്ങുമ്പോൾ ഞാൻ വാങ്ങി ഉപയോഗിക്കാറുണ്ട്. ഇത് 200 ml 210 റുപ്പീസാണ്. അതിന് ഓഫറിൽ ഒരു 180 170 കിട്ടാറുണ്ട്. വിത്ത് ഗ്ലൈക്കോളിക് ആസിഡാണ്. ഇതിൻ്റെ ഒരു പർപ്പിൾ ഉണ്ട്, പിന്നെ ഒരു ബ്ലൂ ഉണ്ട്. ഇതൊക്കെ ഞാൻ യൂസ് ചെയ്തിട്ടുണ്ട്. ഇത് നല്ല സ്മെല്ലാട്ടോ. ഇത് ക്യാപ്പ് നമുക്ക് ഇങ്ങനത്തെ ഒരു ബോട്ടിലായതുകൊണ്ട് നമ്മൾ ട്രാവൽ ചെയ്യുമ്പോഴൊക്കെ നമുക്ക് കൊണ്ടുപോകാൻ പറ്റും. ആൻഡ് ഇപ്പോൾ എനിക്ക് അത്യാവശ്യം മുടിയുണ്ട്. ഞാൻ എപ്പോഴെങ്കിലും എൻ്റെ ഹെയറിൻ്റെ വീഡിയോ എടുത്തിടാം, ഹെയർ കെയറൊക്കെ കാണിക്കാം. നല്ല ഷാമ്പു ആണ്. ഇത് വലിയ കുഴപ്പമൊന്നുമില്ല. അതിന് ഞാൻ യൂസ് ചെയ്യുന്ന കണ്ടീഷണർ അഗൈൻ ഇത് ഒത്തിരി കാലമായി ഈ ഇത്. കാരണം കണ്ടീഷണർ ഞാൻ എപ്പോഴും ഇടാറില്ല. ഹെയർ വല്ലാതെ ഡ്രൈ ആൻഡ് ബ്രിട്ടിലൊക്കെ ആകുമ്പോഴേ ഞാൻ ഇടാറുള്ളൂ. ഇത് നമുക്ക് കാണാം എത്ര ബാക്കിയുണ്ടെന്ന്. അപ്പോൾ ഇതൊക്കെ നന്നായിട്ട് ലാസ്റ്റ് ചെയ്യും കേട്ടോ. ഇത് 299 175 ml 299 നമുക്ക് അറൗണ്ട് ഒരു 250 230 നമുക്ക് കിട്ടും. ആൻഡ് ഇപ്പോൾ എനിക്ക് ഈ സമ്മർ കഴിഞ്ഞ് പെട്ടെന്നൊരു തണുപ്പ് കാലാവസ്ഥയിലേക്കാണ് എനിക്ക് നല്ലൊരു ഹെയർ ഫോൾ ഉണ്ട്. അപ്പോൾ ഞാൻ യൂസ് ചെയ്യുന്ന ഷാമ്പു ആണ് ഡവിൻ്റെ ഹെയർ ഫോൾ റെസ്ക്യൂ ഷാമ്പു. നല്ല ഫ്രേഗ്രൻസ് ഒക്കെയാണ്. ഇതിന് 435 റുപ്പീസാണ് ഫോർ 340 ml. ഇറ്റ് ഹാസ് വെരി ഗുഡ് സ്മെൽ. ആൻഡ് ഇതെൻ്റെ സമ്മർ പെർഫ്യൂമായിരുന്നു. നന്നായിട്ട് ലോങ് ലാസ്റ്റിങ്ങും ഒക്കെയുള്ള നല്ലൊരു സമ്മർ പെർഫ്യൂമാണ്. കണ്ടോ, ഫോഗിൻ്റെ പാരഡൈസ്. ഇത് 275 റുപ്പീസ് ഫോർ 150 ml ഐ ഗെസ്. ഇതൊക്കെ വളരെ പഴയത്. ഇതൊക്കെ എൻ്റെ ഡെയിലി ഗോ ടു ആണ് കേട്ടോ. ഇറ്റ്സ് നോട്ട് ഒരു ഫങ്ഷൻ വെയർ ഒന്നുമല്ല. ഡെയിലി നമുക്കൊരു ഗോ ടു എന്ന് പറയുന്നത്. പിന്നെ ലക്സിൻ്റെ ബോഡി വാഷ്. ദിസ് ഇസ് വാട്ട് ഐ യൂസ്. ഇതൊക്കെ വളരെ അഫോർഡബിൾ. എനിക്ക് റേറ്റ് കണ്ടോ, 245 ml 99 റുപ്പീസാണ്. ഞാൻ സോപ്പ് വെച്ച് കുളിച്ചതിന് ശേഷം ജസ്റ്റ് ഒന്ന് ആഡ് ഓൺ പോലെ യൂസ് ചെയ്യും. ഇടയ്ക്ക് എൻ്റെ ഡ്രസ്സൊക്കെ ഇതിൽ വാഷ് ചെയ്യും. പിന്നെ ഹൈജീൻ്റെ മറ്റൊരു ഭാഗമാണ് ക്ലോത്ത്സ്. ഇപ്പോൾ ഈ മഴക്കാലത്തൊക്കെ ഈ ഡ്രസ്സൊക്കെ നന്നായിട്ട് വെയിൽ കിട്ടി ഉണങ്ങിയിട്ടൊന്നും ഇല്ലെങ്കിൽ നമ്മൾ വാഷിംഗ് മെഷീനിൽ ഉണക്കിയാലും ഇല്ലെങ്കിൽ നമ്മൾ മസ്റ്റായിട്ട് യൂസ് ചെയ്യേണ്ട ആളാണ് ഒരു ഫാബ്രിക് കണ്ടീഷനിങ്. ഇത് നിങ്ങൾക്ക് ഏത് ബ്രാൻഡ് വേണമെങ്കിലും യൂസ് ചെയ്യാം. ഞാൻ യൂസ് ചെയ്യുന്ന ഈ സോഫ്റ്റ് ടച്ചിൻ്റെ നല്ല സ്മെല്ലാണ്, സൂപ്പറാണ്. അപ്പോൾ അത്യാവശ്യം പ്രോഡക്റ്റ്സ് ഒക്കെ കാണിച്ചു എന്ന് തോന്നുന്നു. ആൻഡ് അനദർ ടിപ്പ് ഇസ് ദിസ് ഞാൻ ഫ്രിഡ്ജിൽ നിന്ന് തലയിൽ തേക്കാൻ വേണ്ടി എടുത്തുകൊണ്ട് വന്നതാണ്. അതിൻ്റെ ഒരു ഇത് കാണാനുണ്ട്. ഇത് ഫ്ലാക്സ് സീഡ് ജെല്ലാണ്. അപ്പോൾ ഇതിൻ്റെ കാര്യങ്ങൾ എങ്ങനെയാണെന്ന് അറിയണമെങ്കിൽ നിങ്ങളിത് വീഡിയോ കാണുന്നുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യും. ഞാൻ വിത്ത് മൈ ഹെയർ കെയർ ആൻഡ് ഹെയറും
ഒക്കെ ഞാൻ കാണിച്ചൊരു വീഡിയോ ചെയ്യുന്നതാണ്. സോ ബൈ.